ഗൈസേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ്. ഭൂമിയിലെ മാലാഖമാർ എന്ന് പലപ്പോഴും പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. വേറെ ആരുമില്ല, നഴ്സുമാർ. ആശുപത്രികളിൽ രോഗികളെ പരിപാലിക്കുന്നതിനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് അവർ ജോലി ചെയ്യുന്നു. പക്ഷെ അവർക്ക് ശമ്പള വർധനവില്ല, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ശമ്പളം തീരെ കുറവാണ്. അതിനെ ചൊല്ലിയുള്ള വാർത്തകൾ അധികം നമ്മൾ കാണാറില്ല. അവരുടെ ശമ്പള വർധനവിനായിട്ട് സമരങ്ങൾ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ കാര്യമായിട്ട് ചർച്ചകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എല്ലാവരും പറയും നിങ്ങൾ ഭൂമിയിലെ മാലാഖമാരാണ്. ശരിയാണ്, അവർ ഭൂമിയിലെ മാലാഖമാരൊക്കെ തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അവരെ വീട്ടിലും അരി വാങ്ങണ്ടേ, ജീവിക്കണ്ടേ? വായു മാത്രം ശ്വസിച്ച് അവർക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അവർക്കും ഉള്ളൊരു ശമ്പള വർധനവ്. നമ്മുടെ നാട്ടില് ഇന്ന് ബംഗാളിക്ക് ഉണ്ടാവും 1000ഉം 1500ഉം ദിവസ വരുമാനം. ഒരു പരിപാടിയും ചെയ്യാതെ ഉടായ്പ തട്ടിക്കൂട്ട് പണിയും ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ വന്ന് എന്തെങ്കിലും കടകളൊക്കെ കാണിക്കുമായിരിക്കും. അപ്പൊ അവർക്ക് പോലും 1000ഉം 1500ഉം ശമ്പളമാകുന്ന നമ്മുടെ നാട്ടില് ഇവർക്കൊരു ദിവസ വേതനം ഒരു 1500 കൊടുക്കണമെന്ന് ഞാൻ പറയുള്ളൂ, നഴ്സുമാര്. കാരണം ഇവർ ഹോസ്പിറ്റലില് രോഗികളെ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ പരിപാലിക്കുന്ന ബുദ്ധിമുട്ടേറിയ ജോലികൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ നഴ്സുമാർക്കും ശമ്പളം വർദ്ധിപ്പിക്കണം. കാരണം നഴ്സുമാർ ഇന്ത്യ വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ നാട്ടിലെ ശമ്പളമില്ല എന്നുള്ളതാണ്. അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യുന്നു, ശമ്പള വർധനവും ഇല്ല, കുറെ സമയം ജോലിയും ചെയ്യണം. ഈ ദിവസങ്ങളിൽ നഴ്സുമാര് സമരം ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു മാസം 40,000 രൂപയെങ്കിലും മാസം ശമ്പളമായി നൽകണമെന്ന് പറഞ്ഞിട്ട്. എന്റെ ഒരു അഭിപ്രായത്തില് നഴ്സുമാർക്ക് ഒരു 50,000 രൂപ വെച്ചെങ്കിലും ഒരു മാസം ശമ്പളം കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 50,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1000 ചില്ലാനം രൂപ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊരു ബംഗാളി പോലും 1000നും 1500ന്റെ ഇടയിൽ ദിവസവേതനമാകുന്ന നമ്മുടെ നാട്ടില് ഇവർക്ക് വളരെ തുച്ഛമായ ശമ്പളമായി നൽകുന്നുണ്ട്. അത് മാറ്റണം, മാറ്റങ്ങൾ വരണം. നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു ചീട്ട് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മരുന്ന് വാങ്ങാനോ നമ്മളെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്, ഇല്ലേ? അപ്പൊ ഈ കാശുകളൊക്കെ ഇത്രയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിലെ നഴ്സുമാർക്കും മികച്ച വേതനം നൽകണമെന്നാണ് എനിക്ക് പറയാം. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനിപ്പോ ഈ ചെയ്യുന്ന വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിലെ നഴ്സുമാർ വേണം. അല്ലാതെ ശമ്പളം ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ത്യ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്ന നഴ്സുമാർക്ക് ഒരു പരിധി വരെയെങ്കിലും നിലനിർത്തണമെങ്കിൽ ഈ ശമ്പള വർധനവ് കൂടിയേ പറ്റൂ. കാരണം അവരുടെ കാര്യവും വളരെ കഷ്ടത്തിലാണ്. ഒരു ഫാമിലി എങ്ങനെ ജീവിച്ചു പോകും നമ്മുടെ നാട്ടിൽ? അപ്പൊ ഒരു 50,000 രൂപയെങ്കിലും മാസവരുമാനം നഴ്സുമാർക്ക് കിട്ടണം എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ എല്ലാവരും അവരുടെ സമരത്തിന് സപ്പോർട്ട് ചെയ്യണം. ബൈ.